KTU 2019 സ്കീമിൻ്റെ S5 മൈക്രോ പ്രോസസർ ആൻഡ് മൈക്രോ കൺട്രോളറിൻ്റെ മൊഡ്യൂൾ 4ൻ്റെ തിയറിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മൊഡ്യൂൾ 4ൽ നമ്മൾ മെയിൻലി അഡ്രസ്സിങ് മോഡ്സും ഇൻസ്ട്രക്ഷൻ സെറ്റുമാണ് ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്തിരിക്കുന്നത്. അതിൽ കോമൺ ആയിട്ട് നമ്മുടെ ഇൻസ്ട്രക്ഷൻ സെറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡേറ്റ ട്രാൻസ്ഫർ, അരിത്തമെറ്റിക് ഇൻസ്ട്രക്ഷൻസ്, ലോജിക്കൽ, ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് റൊട്ടേറ്റ് ഇൻസ്ട്രക്ഷൻസ് ആണ്. ഇതിൽ നമ്മൾ ക്ലാസ്സിൽ ബേസിക് ആയിട്ടുള്ള ഡേറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻസും അരിത്തമെറ്റിക് ഇൻസ്ട്രക്ഷൻസും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. നെക്സ്റ്റ് ടൈപ്പാണ് ലോജിക്കൽ ഇൻസ്ട്രക്ഷൻസ്. ലോജിക്കൽ ഇൻസ്ട്രക്ഷൻസിൽ തന്നെ നമുക്ക് ബൈറ്റ് ലെവൽ ലോജിക്കൽ ഓപ്പറേഷൻസും ബിറ്റ് ലെവൽ ലോജിക്കൽ ഓപ്പറേഷൻസും ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ബൈറ്റ് ലെവൽ ലോജിക്കൽ ഓപ്പറേഷൻസിൽ മെയിൻലി പറയുന്നത് ആൻഡ്, ഓർ, എക്സോർ, കോംപ്ലിമെൻറ്റ്, അതുപോലെ ക്ലിയർ, ഇതൊക്കെയാണ് ബേസിക് ബൈറ്റ് ലെവൽ ലോജിക്കൽ ഓപ്പറേഷൻസിൽ പറയുന്നത്. ദെൻ ഇതെല്ലാം ബേസിക് പെർഫോമൻസ് ആണ്. അതായത് ആൻഡ് ഓപ്പറേഷൻസ്, ഓർ, അതുപോലെ എക്സോർ, CPL എന്ന് വെച്ചാൽ കോംപ്ലിമെൻറ്റ്, അക്യുമുലേറ്ററിൻ്റെ ഓരോ ബിറ്റിനെയും കോംപ്ലിമെൻറ്റ് ചെയ്യുക. അതുപോലെ നെക്സ്റ്റ് CLR എന്ന് വെച്ചാൽ അക്യുമുലേറ്റർ ക്ലിയർ ചെയ്യുക. ഇനി ബിറ്റ് ലെവൽ ലോജിക്കൽ ഓപ്പറേഷൻസ് പറയുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ബിറ്റിനെ മാത്രം ലോജിക്കൽ ഓപ്പറേഷൻസ് ചെയ്യാൻ സാധിക്കും. എക്സാമ്പിൾ CLR ക്ലിയർ ക്യാരി ബിറ്റിനെ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. ഇനി ക്ലിയർ ബിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് അവിടെ. പോർട്ട് 3യിലെ ഒരു പർട്ടിക്കുലർ പിന്നിനെ, പോർട്ട് 3യുടെ സെക്കൻഡ് പിന്നിനെ മാത്രമായിട്ട് നമുക്ക് ക്ലിയർ ചെയ്യണമെങ്കിൽ CLR ബിറ്റ് പിൻ നമുക്ക് യൂസ് ചെയ്യാം. ഇതുപോലെ തന്നെ സെറ്റ് ക്യാരി, സെറ്റ് ദ ബിറ്റ്, അതുപോലെ കോംപ്ലിമെൻറ്റ് ക്യാരി, ഇതെല്ലാം ബിറ്റ് വൈസ് ഓപ്പറേഷൻസ് ആണ് ഹാൻഡിൽ ചെയ്യുന്നത്. അതുപോലെ ആൻഡ് ഓപ്പറേഷൻസ് എല്ലാം ബിറ്റ് വൈസ് ഓപ്പറേഷൻസ് ആണ് അവിടെ തന്നിരിക്കുന്നത്. നെക്സ്റ്റ് നമ്മുടെ ബ്രാഞ്ചിങ് അല്ലെങ്കിൽ പ്രോഗ്രാം കൺട്രോൾ ഇൻസ്ട്രക്ഷൻസ്. ബ്രാഞ്ചിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളിപ്പോൾ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമിൻ്റെ ലൈനിൽ നിന്ന് നമുക്ക് വേറൊരു ലേബലിലേക്ക്, വേറൊരു അഡ്രസ്സിലേക്ക് ജമ്പ് ചെയ്യാനൊക്കെയാണ് നമ്മുടെ ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻസ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് എ കോള്, എൽ കോള്. എ കോൾ എന്ന് വെച്ചാൽ ആബ്സല്യൂട്ട് കോളാണ്, എൽ കോൾ എന്ന് വെച്ചാൽ ലോങ് കോളാണ്. അതായത് ഒന്ന് വിത്തിൻ 2Kയിലും അടുത്തത് വിത്ത് 64K റോമിൻ്റെ ഉള്ളിൽ എവിടെ വേണമെങ്കിലും നമുക്ക് കോൾ ചെയ്യുന്നതാണ് എ കോളും. നെക്സ്റ്റ് വൺ എൽ കോളും സ്പെസിഫൈ ചെയ്യുന്നത്. ഇത് കൂടാതെ കണ്ടീഷണൽ ജമ്പ് ഉണ്ട്. കണ്ടീഷണൽ ജമ്പ് എന്ന് വെച്ചാൽ കണ്ടീഷൻ ചെക്ക് ചെയ്ത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ മാത്രം ജമ്പ് ചെയ്യുക. അതാണ് JZ. ജമ്പ് ഇഫ് അക്യുമുലേറ്റർ 0, അക്യുമുലേറ്റർ കണ്ടൻറ്റ് 0 ആണെങ്കിൽ മാത്രം ജമ്പ് ചെയ്യുക. നെക്സ്റ്റ് ജമ്പ് ഇഫ് നോൺ 0, നെക്സ്റ്റ് ജമ്പ് ക്യാരി സെറ്റ്, ഇതൊക്കെയെല്ലാം കണ്ടീഷണൽ ജമ്പിൻ്റെ എക്സാമ്പിളുകളാണ്. നെക്സ്റ്റ് ഡേറ്റ ടൈപ്സ് ആൻഡ് ഡയറക്റ്റീവ്സ്. ഇതിൽ ഡേറ്റ ടൈപ്സിൽ നമുക്കൊരു 8-ബിറ്റ് ഡേറ്റേനെ ഡിഫൈൻ ചെയ്യാനായിട്ട് ഡിഫൈൻ ബൈറ്റ്, അതുപോലെ തന്നെ നമ്മുടെ അഡ്രസ്സിൻ്റെ ബിഗിനിങ് കാണിക്കാൻ ORG. നെക്സ്റ്റ് വൺ കോൺസ്റ്റൻസിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാനായിട്ട് EQU, നമ്മുടെ സോഴ്സ് ഫയലിൻ്റെ എൻഡ് കാണിക്കാൻ വേണ്ടി എൻഡ്. ഇതാണ് ബേസിക്കലി യൂസ് ചെയ്തിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ്. നെക്സ്റ്റ് ലാസ്റ്റ് വണ്ണായിട്ട് നമ്മൾ പ്രോഗ്രാമിംഗ് ഇൻ C. നമ്മുടെ C പ്രോഗ്രാമിലും നമ്മൾ ഈ മൊഡ്യൂളിലെല്ലാം നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ നമ്മൾ പഠിച്ചു. ഈ പ്രോഗ്രാം തന്നെ ബേസിക് Cയിലും നമുക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ Cയിൽ കോമൺലി യൂസ് ചെയ്യുന്ന ഡേറ്റ ടൈപ്സാണ് തന്നിരിക്കുന്നത്. നമുക്ക് പരിചയമുള്ള അൺസൈൻഡ് ക്യാർ, അൺസൈൻഡ് ഇൻറ്റ്, അതൊക്കെയാണ് തന്നിരിക്കുന്നത്. അത് കൗണ്ടർ വാല്യൂ ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂഷ്വലി അൺസൈൻഡ് ക്യാർ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് അതുപോലെ തന്നെ അൺസൈൻഡ് ഇൻറ്റ്, മെമ്മറി അഡ്രസ്സിനെയൊക്കെ ഡിഫൈൻ ചെയ്യാനാണ് അൺസൈൻഡ് ഇൻറ്റ്. അങ്ങനത്തെ ബേസിക് കുറച്ച് പ്രോഗ്രാമിംഗ് Cയുടെ ഡേറ്റ ടൈംസാണ് നമ്മൾ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. ഇതിൽ പ്രോഗ്രാമിന് കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കുക. അതുപോലെ തന്നെ അഡ്രസ്സിങ് മോഡ്സ്, 8051ൻ്റെ അഡ്രസ്സിങ് മോഡ്സ്, ഇൻസ്ട്രക്ഷൻ സെറ്റ്, ഇതെല്ലാം കോൺസെൻട്രേറ്റ് ചെയ്യുക.